രവി ഇന്ന് മുതൽ ജോലിക്ക് പോവുകയാണ്. രവി പോകുന്നത് കൊണ്ട് തന്നെ അമ്മ രാവിലെ എല്ലാം റെഡിയാക്കി, കാപ്പിയും ചോറും ഒക്കെ റെഡിയാക്കി അവൻ്റെ പാത്രത്തിലാക്കി ബാഗിൽ വെച്ചു കൊടുത്തു. അതിനുശേഷം അവൻ പോകുന്നത് നോക്കി അമ്മയും അച്ഛനും വാതുക്കെ തന്നെ നിന്നു. ഇപ്പോൾ രവി ജോലിക്കിറങ്ങുമ്പോൾ രമ്യയെ വിളിക്കാനോ ഒന്നിനും നിൽക്കാറില്ല. കാരണം രണ്ടുപേരും പരസ്പരം മാനസികമായിട്ട് അകന്നു കഴിഞ്ഞിരുന്നു. രവി പോയതിന് പിന്നാലെ രമ്യ ഒരുങ്ങിയിറങ്ങി. കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചു. ആഹാരമൊക്കെ കഴിച്ച് അവളും ഇറങ്ങി. അതിനുശേഷം അവൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അമ്മയും അച്ഛനും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വാതിക്കലൊന്നും നിന്ന് നോക്കിയതൊന്നുമില്ല. എല്ലാവരും അവഗണിച്ച മട്ടാണ്. കാരണം എന്തിനു സ്നേഹിക്കണം? അമ്മയും അച്ഛനും പറയുന്നൊന്നും അവൾ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. കുഞ്ഞിനെ പോലും ഇപ്പോൾ സ്നേഹിക്കാനോ കൊഞ്ചിക്കാനോ ഒന്നും നിൽക്കുന്നത് കാണാറേയില്ല. 24 മണിക്കൂറും ഒരു ഫോണും കൊണ്ട് ഇരിപ്പാണ്. അവളുടെ റിലേഷനെ പറ്റി അറിഞ്ഞതിന് ശേഷം അവരാരും അവളോട് വലിയ അടുപ്പമൊന്നും കാണിക്കാറില്ല. കാര്യം നല്ലൊരു ജീവിതം ഉണ്ടായിട്ടും അവൾ വേറൊരു റിലേഷനിലേക്ക് പോയി. ചിന്തിക്കാനുള്ള ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവളൊരു തെറ്റിലേക്ക് പോയി. ഒക്കെ അച്ഛൻ കൊണ്ടാക്കാനും വിളിച്ചോണ്ട് വരാനും ഒക്കെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതിന് നിൽക്കാറില്ല. കാരണം അമ്മ പറഞ്ഞു, വേണ്ട, എന്തിന്? അവളുടെ ഇഷ്ടത്തിന് പോകുന്നു വരുന്നു. നമ്മൾ കൂടുതൽ ചോദ്യം ചെയ്യാനോ ഒന്നിനും പോവണ്ട, വലിയ അടുപ്പത്തിനും പോവണ്ട. എല്ലാവരും അവഗണിച്ച മട്ടാണ്. എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നത് രവിയിലേക്കും കുഞ്ഞിലേക്കുമായിരുന്നു. അവരെ രണ്ടുപേരെയും നന്നായി സ്നേഹിക്കാനും അവർക്ക് പ്രാധാന്യം കൊടുക്കാനുമാണ് അമ്മയും അച്ഛനും ശ്രമിച്ചതൊക്കെ. രമ്യയെ എല്ലാവരും അവഗണിച്ച മട്ടായിരുന്നു. രമ്യയ്ക്കും അത് മനസ്സിലാവുന്നുണ്ട്. ഏറെക്കുറെ തൻ്റെ റിലേഷൻ വീട്ടിലറിഞ്ഞുവെന്ന് വീട്ടുകാരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ രമ്യയ്ക്ക് മനസ്സിലായി. രമ്യ കോളേജിൽ നിന്നിറങ്ങിയപ്പോൾ പതിവ് പോലെ മനോജ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. മനോജും രമ്യയും കൂടി ചായക്കടയിലേക്ക് പോയി. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ രമ്യ പറഞ്ഞു, ഞാനൊരു തീരുമാനമെടുത്തു മനോജ്. എന്തു പറ്റി? അത് നമുക്കിങ്ങനെ പോയാൽ ശരിയാവില്ല. നമുക്ക് ഒരുമിച്ചൊരു ജീവിതം വേണം. എനിക്കിനി കൂടുതൽ നാൾ വീട്ടിൽ നിൽക്കുന്നതിനോട് താല്പര്യമില്ല. വീട്ടുകാരെല്ലാം ഏറെക്കുറെ എല്ലാം അറിഞ്ഞു. എല്ലാവരും എന്നെ അവഗണിക്കുന്ന മട്ടാണ്. ആർക്കും ഇപ്പോൾ പഴയ രീതിയിലുള്ള അടുപ്പമോ സ്നേഹമോ ഒന്നുമില്ല. തിരിച്ച് അവരോട് എനിക്കുമില്ല. ഞാൻ ഇനി ആ വീട്ടിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാം. ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരുമിച്ചൊരു ജീവിതം സാധ്യമല്ല. ആദ്യമേ ഡിവോഴ്സ് ആവ്, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, മനോജ് പറഞ്ഞു. അതിനെക്കാട്ടി ഉപരി മനോജ് ചിന്തിച്ചത് മനോജിൻ്റെ വീട്ടുകാരെക്കുറിച്ചായിരുന്നു. ഒരിക്കൽ റിജക്റ്റ് ചെയ്ത ആൾക്കാരാണ് രമ്യയുടെ വീട്ടുകാർ. അതുകൊണ്ട് തന്നെ രമ്യയും രമ്യയുടെ വീട്ടുകാരെയും തങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇഷ്ടമല്ല. ഇവളെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. അഥവാ ഇവളെ സ്വീകരിച്ചാൽ തന്നെ ഒരു വാടക വീട്ടിലേക്ക് മാറാനേ സാധിക്കുകയുള്ളൂ. തൽക്കാലം ഡിവോഴ്സ് ആവുന്നിടം വരെ സമയമുണ്ട്. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ചെന്ന് കിട്ടുന്ന പ്രോസസ്സിങ് അല്ലല്ലോ. അതിന് കുറച്ച് സമയമെടുക്കും. അതുവരെ ഇങ്ങനെ പോവാം. അങ്ങനെ അവർ രണ്ടുപേരും ബായ് പറഞ്ഞു ബസ്സിലും കയറി. അവൻ വീട്ടിലേക്കും പോയി. ബസ്സിലിരിക്കുമ്പോഴെല്ലാം അവളുടെ ചിന്ത ഡിവോഴ്സിനെ കുറിച്ചായിരുന്നു. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങണം. ഇനി ഇദ്ദേഹത്തിനോട് ജീവിക്കുന്നതിൽ അർത്ഥമില്ല, അവൾ മനസ്സിൽ വിചാരിച്ചു. ഇയാളോട് തുറന്നു പറയുക തന്നെ ചെയ്യണം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവൾ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഫ്രഷായി കുറച്ചു നേരം കൊച്ചിനെയൊക്കെ എടുത്തു. അടുക്കളയിലൊന്നും ഇപ്പോൾ അവൾ സഹായിക്കാൻ ചെല്ലാറേയില്ല. പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ ഹാളിലിരുത്തി അവൾ റൂം അടച്ച് മനോജിനെ വിളിക്കാൻ തുടങ്ങി. എന്തായാലും ഞാനിന്ന് പറയും മനോജിനോട്, അവൾ പറഞ്ഞു. നീ വരുമ്പം പറഞ്ഞു നോക്ക്, അദ്ദേഹം എന്ത് പറയുന്നെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അമ്മയുടെ കതവിനുള്ള തട്ട് കേട്ടപ്പോഴാണ് അവൾക്ക് ബോധം വീണത്. അവൾ ഓടിച്ചെന്ന് കതക് തുറന്നു. നീ അവിടെ എന്തെടുക്കുവാണ്? എത്ര നേരമാണ് ഇതിനെ വിളിക്കുന്നു? ഒരു കൊച്ചു കിടന്ന് കരയുന്ന കണ്ടില്ലേ? കുറച്ച് നേരം അതിനെ എടുത്തുകൊണ്ട് നടാ, എനിക്ക് വയ്യ. ഞാൻ ഈ വീട്ടിലെ ജോലിയും ചെയ്ത് നീ വരുമ്പോഴെങ്കിലും കൊച്ചിൻ്റെ കാര്യങ്ങൾ നീ ചെയ്യണം, എന്നെ കൊണ്ട് പറ്റത്തില്ല, അമ്മ തീർത്ത് പറഞ്ഞു. അവൾ കൊച്ചിനെ എടുത്ത് റൂമിനകത്തേക്ക് പോയി. എന്നിട്ട് കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ട് വീണ്ടും ഫോൺ വിളി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തട്ട്. രവി വന്നെന്ന് മനസ്സിലായി. അവൾ ഫോൺ കട്ട് ചെയ്തു. അവൾ മനസ്സിൽ ഉറപ്പിച്ചു രവി വരുമ്പോൾ പറയണമെന്ന്. അങ്ങനെ രവി റൂമിലേക്ക് കയറി ഡ്രസ്സ് മാറാൻ തുടങ്ങി. അവളെ മൈൻഡ് ചെയ്തതേയില്ല. അവൾ ഓടിച്ചെന്ന് കഥ കടച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവൾ പറഞ്ഞു. എന്ത് കാര്യം? അത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. അവന് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും തോന്നിയില്ല. താനത് പ്രതീക്ഷിച്ചതാണ്. ഡിവോഴ്സ് വേണമെങ്കിൽ കൊടുക്കാൻ താൻ തയ്യാറുമാണ്. പഴയ ഒരു സ്നേഹമോ വേർപിരിയുന്നതിൻ്റെ വേദനയോ ഇപ്പോൾ അവനില്ല. ഡിവോഴ്സ് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വക്കീലിനെ പോയി കണ്ട് അതിനുള്ള നടപടികൾ പൂർത്തിയാക്ക്. ഞാൻ എവിടാണെന്ന് വെച്ചാൽ ഒപ്പിട്ട് തരാം, രവി കൂളായി പറഞ്ഞു. അവൾക്ക് മനസ്സിലൊരു സന്തോഷം തോന്നി. എത്ര കൂളായിട്ടാണ് ഇയാൾ പറയുന്നത്. അയാൾ ഇത്രയും പെട്ടെന്ന് സമ്മതിക്കുമെന്ന് വിചാരിച്ചില്ല. രമ്യയ്ക്ക് ആ വിവരം അപ്പോൾ തന്നെ മനോജിനെ അറിയിക്കാൻ വെമ്പലായി. പക്ഷേ എങ്ങനെ അറിയിക്കും? അയാൾ ഇവിടെ നിൽക്കുകയല്ലേ. അവൾ കൊച്ചിനെയും എടുത്ത് വെളിയിലേക്ക് ഇറങ്ങി.
രവി ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആവാനായി പോയി. കുളിക്കുന്നതിനിടെ അവൻ്റെ ചിന്തകൾ പല വിധത്തിലായിരുന്നു. വിഷമമൊന്നുമില്ല, പക്ഷേ കുഞ്ഞിനെ ഓർത്തൊരു വേദന അവൻ്റെ നെഞ്ചിലൂടെ അരിച്ചിറങ്ങി. അവന് അമ്മയെന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ അവനെ പൊള്ളിച്ചു. അവൾ ഡിവോഴ്സ് വാങ്ങി വേറൊരു വിവാഹത്തിലോട്ട് പോവും. അവനെ അമ്മയും അച്ഛനും പിന്നെ ഞാൻ മാത്രമാകും. അവന് ഉള്ളു പിടയുന്നത് പോലെ തോന്നി. മോൻ്റെ കാര്യം ഓർത്തിട്ടായിരുന്നു അവന് സങ്കടം മുഴുവൻ. കുഴപ്പമില്ല, ആരുടെയും കാര്യം ഓർത്തിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല, എല്ലാം വിധിയാണ്. അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. അങ്ങനെ മനസ്സിലെല്ലാം ഉറപ്പിച്ച് കൂളായിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിലേക്ക് ചെന്ന് അമ്മ ഒന്ന് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കളെപ്പം വന്നു? അനങ്ങാതെ വന്ന അമ്മ കണ്ടില്ലല്ലോ, അമ്മ ചോദിച്ചു. ആ, ജോലി നേരത്തെ തീർന്നമ്മേ, ഞാൻ പിന്നെ അങ്ങ് ഫ്രഷ് ആവാനായിട്ട് കയറി. അല്ല, വന്ന ഉടനെ മോൻ അമ്മയെന്ന് വിളിച്ചിട്ടാണല്ലോ വരുന്നത്. അവൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ചായയും എടുത്തവൻ ഹാളിലേക്ക് വന്നു. ഹാളിലേക്ക് വന്നതും രമ്യ റൂമിലേക്ക് പോയി കൊച്ചിനെയും കൊണ്ട്. അമ്മയും ഹാളിൽ വന്നിരുന്നു. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ? ആ, പറ മക്കളെ. എന്തു? അത് രമ്യ എന്നോടൊരു കാര്യം പറഞ്ഞു. അമ്മ അത് പ്രശ്നമാക്കിയൊന്നും ചെയ്യരുത്. എന്താ നീ പറ. അമ്മയ്ക്ക് നെഞ്ചിലൊരു പിടച്ചിൽ തോന്നി. അത് അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നു. ആര് പറഞ്ഞ്? അമ്മ കൂളായിട്ട് സംസാരിക്കുകയെ. അതാണ് ഞാൻ അമ്മയോട് ആദ്യം പറയണോ വേണ്ടോ എന്ന് ചിന്തിച്ചത്. അവൾ പറയുന്നു അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാ. വക്കീലിനെ പോയി കാണാൻ ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ അമ്മ ഒരു നിമിഷം സ്റ്റക്കായി ഇരുന്നു പോയി. അച്ഛനോട് വിവരം പറഞ്ഞേ പറ്റൂ. അമ്മ ആരോട് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ ഇതൊരു വിഷയമാക്കരുത്. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ്. രമ്യ പ്രായപൂർത്തിയായ വ്യക്തിയല്ലേ. ഇപ്പോൾ രമ്യയുടെ ഇഷ്ടമാണ് രമ്യയ്ക്ക് ആരോടെ ജീവിക്കണ്ട എന്നുള്ളത്. അവളുടെ ഇഷ്ടത്തിനൊന്നും ആരും എതിര് നിൽക്കണ്ട. അവൾക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ജീവിക്കുന്നതിനെക്കാട്ടി ഭേദം ഡിവോഴ്സ് അല്ലേ, രവി പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടിയില്ല. അവൾ ഡിവോഴ്സ് മേടിച്ചിട്ട് അവൾ ഇവിടെ നിൽക്കത്തില്ല, അമ്മ പറഞ്ഞു. അമ്മ ആവശ്യമില്ലാതെ ചിന്തിക്കാതെ. അവളുടെ വീടല്ലേ ഇത്, പിന്നെ അവൾ ഇവിടെ നിൽക്കാതെ പിന്നെ എവിടെ നിൽക്കണം? ഞാനാണ് ഇവിടുന്ന് ഇറങ്ങേണ്ടവൻ. ഞാൻ അത് തീരുമാനിച്ചിട്ടുണ്ട്. കുഞ്ഞും ഞാനും കൂടി എവിടെയെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം. താമസിയാതെ അത് മാറും. പിന്നെ ഡിവോഴ്സിൻ്റെ കാര്യം അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. അമ്മയൊന്നും ഇതിനൊന്നും എതിര് നിൽക്കണ്ട. ഓരോരുത്തരുടെയും ജീവിതങ്ങളാണ്. അവളെ പിടിച്ച് നിർത്തിയിട്ട് എന്തോ കാര്യം? ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഇഷ്ടമുള്ള ഒരാളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത്. അവൾ സന്തോഷത്തോടെ പോയി ജീവിക്കട്ടെ. നമ്മൾ അതിനൊരിക്കലും എതിര് നിൽക്കരുത്. അതുകൊണ്ട് അവളുടെ ഇഷ്ടം പോലെ അവൾ വക്കീലിനെ പോയി കാണട്ടെ. ഡിവോഴ്സിന് കേസ് ഫയൽ ചെയ്യട്ടെ, ഞാൻ ഒപ്പിട്ട് കൊടുത്തോളാം. അമ്മ അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കേണ്ട, അവൻ പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രമ്യ കുളിച്ച് നേരത്തെ ഇറങ്ങാൻ ഭാവിച്ചു. അമ്മ ചോദിച്ചു, ഇത്രയും നേരത്തെ നീ എവിടെ പോന്നു? അതെനിക്ക് 1-2 ഇടം വരെ പോകണം, അവൾ പരുക്കൻ മട്ടിൽ പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടിയില്ല. അവൾ ഓട്ടോ വിളിച്ച് മനോജിൻ്റെ അടുത്തേക്ക് പോയി. മനോജ് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. 2 പേരും കൂടി വക്കീലിനെ കാണാനുള്ള പരിപാടിയായിരുന്നു. അവൾ രാത്രി തന്നെ അവനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സമ്മതിച്ചു, നാളെ തന്നെ ഒരു വക്കീലിനെ കാണണമെന്ന്. അവളുടെ നിർബന്ധത്തിന് മനോജും കൂടെ കൂട്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ 2 പേരും കൂടി വക്കീലിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ അടുത്ത സ്റ്റോറിയിൽ വരുന്നതായിരിക്കും.